അകത്തേക്ക് പോയല്ലോ. അമ്മമ്മയെ വിളിച്ചോണ്ട് വന്നാലോ? ആവശ്യമില്ല. ആ അന്നപൂർണേശ്വരി അമ്മയെ നേരിട്ട് വിളിക്കും. ഇങ്ങനെയൊരു പൂജാമുറി ഞാൻ ഒരു വീട്ടിലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഏതോ ഒരു പുണ്യക്ഷേത്രത്തിലെത്തിയതുപോലെ ഒരു മഹിമ തോന്നുന്നുണ്ട്. ആവണി, ആവണി, ആവണി. അളിയ, എനിക്ക് ഷെയർ മാർക്കറ്റിൽ ഒരു ജോലി റെഡിയാക്കി തരുമോ? ഓൾറെഡി ജോലി ഇല്ലേ അളിയ? എന്ത് ജോലി? വീട്ടിലെ മരുമോന്റെ ജോലി. മൂന്നാൾക്ക് ഇവിടെ എന്താ പരിപാടി? അങ്ങോട്ടൊന്ന് നോക്കി. അമ്മയുടെ പൂജ ഈ നേരം കൊണ്ട് കഴിയേണ്ടതല്ലേ? അകത്ത് ആവനിയുണ്ട്. ആണോ? പ്ലാൻ ചെയ്ത് ഞങ്ങളാ അയച്ചത്. ഇത് അമ്മ കണ്ടാ തകർക്കും. അമ്മ വരുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞങ്ങളും ചെയ്യാം. അതാ അമ്മ വരുന്നുണ്ട്. എല്ലാരും അനുവിന്റെ കാര്യം നോക്കി. ആവണി, ആവണി. അവസ്ഥ ഇതായതുകൊണ്ട് ആരോടും മരുമകളാണെന്ന് പറയാതെ ഈ വീട്ടിലെ കാലെടുത്തു വെച്ചു. പക്ഷെ ശ്രീകരേട്ടൻ എന്നെ ഒരുപാട് പ്രേമിച്ച് നിറഞ്ഞ മനസ്സോടെ തന്നെയാ കഴുത്തിൽ താലി കെട്ടിയത്. അമ്മേ, എന്താ? അമ്മയുടെ പൂജ കഴിഞ്ഞിരുന്നോ? ഇത്ര നേരം അവിടെ തന്നെ ഇരിക്കോ? എന്താ പ്രശ്നം? അമ്മ പൂജ ചെയ്ത ശേഷം ആ മുറി ആരും തുറക്കാറില്ല. പിന്നെ ആരാ ആ മുറി തുറന്നിട്ടിരിക്കുന്നത്? ആരത് തുറന്ന്? ഞങ്ങൾക്ക് എങ്ങനെ അറിയാമേ? എനിക്ക് തോന്നുന്നത് ആവനിയായിരിക്കും. ഇവള് തുളസിത്തറയുടെ അടുത്ത് പൂജ ചെയ്യുന്നതും ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ആവണി തന്നെ ആയിരിക്കും. മക്കള് കേറിയാലും മരുമക്കള് കേറിയാലും അമ്മയ്ക്ക് സഹിക്കില്ല. അങ്ങനെയുള്ളപ്പോ പുറത്തുനിന്ന് വന്ന ഒരു പെൺകുട്ടി ഇതിനുള്ള ധൈര്യം കാണിക്കാവോ? ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്നെ മനസ്സിലാക്കണേ. അതുപോലെ എന്റെ ഭർത്താവ് വഴി തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണേ അമ്മേ. അവനി, 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 അവനി. ആരാ നിന്നോട് പൂജാമുറി കയറാൻ പറഞ്ഞത്?
നീ പുറത്തേക്ക് ഇറങ്ങ. അല്ല, ഞാൻ പൂജാമുറിയിലേക്ക് വന്നത്. ഒരക്ഷരം മിണ്ടരുത്. ഇനിയൊരിക്കലും പൂജാമുറിയിൽ കയറാനുള്ള സാഹസം കാണിക്കാൻ മുതിരരുത്. ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി കയറിയതാ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ? തെറ്റുണ്ട്. ആ മുറിയിൽ വേദവതിക്കല്ലാതെ ആർക്കും കാലുവയ്ക്കാൻ അധികാരമില്ല. വീട്ടിലെ മകളാണെങ്കിലും മരുമകളാണെങ്കിലും ആരാണെങ്കിലും ശരി, അകത്ത് കയറാനുള്ള സാഹസം ചെയ്യില്ല. മറ്റൊരാളുടെ വീട്ടിൽ നിൽക്കുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ പെരുമാറണമെന്നും പഠിക്കണം. മനസ്സിലായോ? അച്ഛാ, അവളൊന്നും പറയല്ലേ. പാവം, അവനിക്കത് അറിയാതെ ചെയ്തു പോയതായിരിക്കും ചിലപ്പോ. നീ വായടയ്ക്ക. എത്രയോ വർഷങ്ങളായി അമ്മയുടെ തിരുമുൻപിൽ അഖണ്ഡ ദീപം ഭക്തിയോട് തെളിയിക്കുന്നവൾ ഇതുവരെ ആ ദീപം അണഞ്ഞിട്ടുണ്ടോ? അവന് കാല് കുത്തിയതും അത് അണഞ്ഞു പോയിരിക്കുന്നു. ഞാൻ അകത്ത് കയറിയ സമയത്ത് അത് കത്തുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ അത് അടഞ്ഞതെന്ന് എനിക്കറിയില്ല. അർഹതയില്ലാത്ത ആരെങ്കിലും അതിനകത്ത് കയറിയാൽ ആ ദീപം അണഞ്ഞിരിക്കും. ഗ്രാമോത്സവത്തിന് വന്ന് പ്രസാദം താഴെ തള്ളിയിട്ടു. ഇന്നിതാ അഖണ്ഡ ദീപം അണച്ചിരിക്കുന്നു. ക്ഷമിക്കാനാവാത്ത തെറ്റ നീ ചെയ്തിരിക്കുന്നത്. ഇത് നിന്റെ നല്ലതിനല്ല അവനി. നിങ്ങൾ ലിബറൽ ആയതുകൊണ്ടാ തലേ കയറി നിരങ്ങുന്നത്. ഞങ്ങളെ വരച്ചവരെ നിർത്തുന്നത് പോലെ അവളെ നിർത്തണം. അപ്പൊ പേടിയും കാണും. അമിതമായാൽ അമൃതും വിഷമെന്ന് അതുകൊണ്ടാ പറയുന്ന അമ്മ. നിങ്ങളാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് കൊടുക്കാത്ത വില പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കും. അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അത്. ഇവിടെ വാടി. ചുരുങ്ങിയതിന്റെ ഭാര്യയോട് ചോദിച്ചാ ഈ വീട്ടിലെ കാര്യം മൊത്തം പറയും. നീയും വാടി. എന്റെ ഭാര്യയോട് ചോദിച്ചാലും ഈ വീട്ടിലെ കാര്യങ്ങൾ അവള് പറഞ്ഞു തരുമായിരുന്നല്ലോ. എന്നോട് ചോദിച്ചാൽ ഞാനും പറയുമല്ലോ. ഇനി ഈ സിറ്റുവേഷനില് നീ എങ്ങനെ ഞങ്ങളുടെ പേര് പുറത്തു പറയും? നോക്കുമോളെ, എല്ലാ വീട്ടിലുള്ള പൂജാമുറി വേറെ, ഈ വീട്ടിലുള്ള പൂജാമുറി വേറെ. അതിനൊരു ചരിത്രമുണ്ട്. അച്ഛാ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവനി, താനിത് അറിയാതെ ചെയ്തു പോയതാണെങ്കിലും ചെയ്തത് തെറ്റായി. അമ്മയോട് ക്ഷമ ചോദിക്കൂ. പറയാ അവനി, അമ്മയോട് സോറി പറ. ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. 2 തെറ്റുകളാണ് നീ ചെയ്തത്. മൂന്നാമതൊരു തെറ്റ് സംഭവിച്ചാൽ ഞാനത് ക്ഷമിക്കില്ല. അവനി, താനകത്തേക്ക് പൊക്കോ. നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് അത് മുതലെടുത്ത് പൂജ ചെയ്യാൻ വന്നതാവള്. ഇവളെ ഇതുപോലെ വിട്ടുകഴിഞ്ഞാ
നാളെ ഈ വീട്ടിലെ മകളാണെന്ന് പറഞ്ഞു നടക്കുള്ളു. അങ്ങനെ അവൾ എന്തെങ്കിലും ചെയ്തു പോയാ ഞാൻ ക്ഷമിക്കൂ? എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറാൻ എല്ലാവരും അർഹതയുള്ളവരല്ല. വേദ, നീ പോയി പൂജാമുറിയിൽ ദീപം തെളിയിക്ക്. ഈ അടി ശരിക്കും ഏറ്റിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു നിയമം കൂടി വെക്കണമായിരുന്നു. അതാ വേണ്ടത്. അപ്പൊ നമ്മുടെ പേര് അവള് പറയില്ലേ? അതും ശരിയാ. ആ ഡിമാൻഡ് അടുത്ത പ്രയത്നത്തിൽ വെക്കാം. സംഭവിച്ചു പോയ തെറ്റുകൾക്കെല്ലാം ക്ഷമിക്കണേ അമ്മേ. താൻ പൂജാമുറിയിൽ കയറിയിരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പൂജാമുറിയിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറാമെന്ന് കരുതിയ ഞാൻ ആ മുറിയിലേക്ക് പോയതേട്ടാ. ഇത്രയേറെ കണ്ടീഷൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അത് കണ്ടീഷൻസ് അല്ല അവനി, ഞങ്ങളെ കുടുംബത്തിലെ പണ്ടു തൊട്ടേയുള്ള ആചാരങ്ങൾ അതൊക്കെ. ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങളെങ്കിലും എന്നോട് ചെറുതായി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ലായിരുന്നല്ലോ ഏട്ടാ. പൂജാമുറിയിലേക്ക് കയറുന്നത് എല്ലാ വീടുകളിലും സാധാരണ ഒരു കാര്യം മാത്രമാവും. ഈ വീട്ടിൽ പക്ഷേ അതൊരു വലിയ കാര്യമാ. ആ പൂജാമുറി അമ്മയുടെ ക്ഷേത്രം പോലെ എത്രയോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അത്. ഇവിടുത്തെ അമ്മയെക്കുറിച്ചും പൂജാമുറിയെക്കുറിച്ചും ഒരുപാട് ചരിത്രങ്ങളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചരിത്രം എന്തൊക്കെയേട്ടാ? ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ ഇത്രയധികം ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം അതെത്ര മഹത്വമുള്ളതായിരിക്കും. എനിക്കതെന്താന്ന് അറിയണമെന്നുണ്ട്. അതെന്തായാലും പറയട്ടെ. അതൊക്കെ ഇപ്പോ എന്തിനാ പറയുന്നത്? നമുക്കത് പിന്നെ സംസാരിക്കാം. ഒരു ടൂറിസ്റ്റ് ഗൈഡായി ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ എത്രയോ ചരിത്രങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്റെ സ്വന്തം വീട്ടില് അവിടുത്തെ ഒരു പൂജാമുറിക്ക് ഒരു പ്രാമുഖ്യത, വിശിഷ്ടത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മരുമകളായി ഞാൻ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളല്ലേ ഏട്ടാ? ഒന്ന് പറയേട്ടാ. തുളസിയുടെ ജാതകം ചേരുന്നൊരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി അവളെ കൊണ്ട് പൂജ ചെയ്യിക്കണം, നൈവേദ്യം സമർപ്പിക്കണം. എന്താ ആലോചിക്കുന്നൊന്ന് പറയട്ടാ. ആ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അവനെ. ശരിയായ സമയം വരുമ്പോ ഞാൻ തന്നോട് എല്ലാം തുറന്നു പറയാടോ. എനിക്കറിയാത്തത് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് അമ്മയുടെ അടുത്ത് ക്ഷമാപണം ഞാൻ ചോദിച്ചതല്ലേ. എന്നാ പിന്നെ ഞാൻ പോയി അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ പോയി ചോദിക്കട്ടെ ഏട്ടാ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അവനി. എങ്കിലത് നിങ്ങൾ പറയട്ടാ. ഒന്നുമില്ല അവനി. അന്നപൂർണേശ്വരി അമ്മ ഞങ്ങളെ കുലദൈവ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ട് കഴിയുന്നത്. എല്ലാ ലക്ഷണങ്ങളും ചേരുന്ന മരുമകള് പൂജകൾ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏട്ടത്തിയുടെ കാര്യം തനിക്ക് അറിയുന്നതല്ലേ. അവർക്ക് ഈ പൂജാ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാ ഇഷ്ടം. അതുകൊണ്ട് അമ്മയ്ക്ക് അവരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ വരുന്ന ദിവസം
പൂജ ചെയ്യാനുള്ള എല്ലാ അവകാശവും ആ മരുമകൾക്ക് കൊടുക്കാൻ അമ്മയുടെ ആഗ്രഹം. ആ ഒരു അവകാശം നാളെ ഒരു ദിവസം നിനക്ക് തന്നെ കിട്ടും അവനി. എനിക്ക് വീടിന്റെ ഭരണവും അധികാരവും അതൊന്നും വേണ്ടേട്ടാ. ഇവിടുത്തെ തുളസി തറയിലാണെങ്കിലും പൂജാമുറിയിലാണെങ്കിലും വിളക്ക് തെളിയിക്കാനുള്ള അനുമതി മാത്രം മതി. ഇപ്പൊ തന്നെ പോയി നമ്മുടെ കല്യാണക്കാരൻ പറഞ്ഞു എന്ന് കരുതേട്ടാ. ആ അനുമതി എനിക്ക് കിട്ടുന്നതല്ലേ? അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ നോർമൽ ആകുമ്പോ നമ്മുടെ കാര്യം പറയാന്ന് പറഞ്ഞതല്ലേ. ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം ഇനി ഏതാ വേണ്ടേ? ഇവിടുത്തെ ദീപം തെളിയിക്കാനുള്ള അർഹത ആവണിക്കുണ്ടമ്മേ. അവിടുത്തെ ദീപം അണഞ്ഞു പോയത് ആവണി വന്നതുകൊണ്ടല്ലമ്മേ. കാരണം എന്താന്ന് വെച്ചാ ആവണി അമ്മയുടെ മരുമകളാണെന്ന് പോയി ചെന്ന് പറയട്ടോ. വായിട പോവാ. എന്താ വരാത്തെ? നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് തുറന്നു പറയാനുള്ള ആഗ്രഹം നിന്നേക്കാൾ കൂടുതൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അവനി. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. എന്തെന്ന് വെച്ചാ അമ്മയ്ക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ കാര്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ അമ്മയ്ക്കത് താങ്ങാനും പറ്റില്ല. അമ്മയ്ക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ കാരണം നീ ആയി തീരും. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും. എന്നിട്ട് ചേട്ടനും ചേച്ചിയും അളിയനും ഏട്ടത്തിയൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഇനി കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കുന്ന നല്ലതെന്ന എന്റെ അഭിപ്രായം. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെറുതെ അല്ല അവനി. എന്റെ വീട്ടുകാരെ നിനക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി തനിക്ക് കുറച്ച് ക്ഷമിച്ചൂടെ? കേട്ടല്ലോ? അദ്ദേഹം ശരിക്കും അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണോ ആലോചിക്കുന്നത്? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ രഹസ്യങ്ങളോ ഉണ്ടായിരിക്കും? തുളസിത്തറയില് ദീപം തെളിച്ച് പൂജ ചെയ്യുന്നവരൊക്കെ പൂജാമുറിയിലും ദീപം തെളിച്ച് പൂജ ചെയ്യേണ്ടതല്ലേ? അപ്പോ ലാവണ്യ എന്നോട് അപ്പൊ വേണമെന്ന് കരുതി ചെയ്തതാ. ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരുപാട് വലുതാകുമായിരുന്നു. ചേച്ചി എന്താ വരാൻ പറഞ്ഞു വിളിച്ചേ? നിന്നെ ഒന്ന് കാണാൻ തോന്നി അവനി, അതുകൊണ്ടാ ഫോൺ ചെയ്തേ. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? അവിടെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ദേഷ്യത്തില് തന്നെയാ. ബാക്കിയുള്ളവരുടെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല. ശ്രീകരാണെങ്കിൽ എന്നെ ഓരോ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും തന്നെ നല്ലവരാ. അതിലെ കുറച്ചുപേരൊക്കെ ഞാൻ ആരാണെന്ന് അറിയാതെ ഇങ്ങനെ പെരുമാറുന്നേ. ആ കാര്യം ഇന്നലെ ഒരു ഫംഗ്ഷനിൽ വെച്ച് മനസ്സിലായതാ. പെട്ടെന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയത് എന്താ വേദ? മനസ്സിൽ എന്തോ ഒരു വിഷമം. അവൻ ഈ പൂജാമന്ദിരത്തിലേക്ക് കാലെടുത്ത് വച്ചത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലേട്ടാ. അറിയാതെ സംഭവിച്ച കാര്യല്ലേ, അധികം ആലോചിക്കണ്ട. ആ
അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു ചേച്ചി. ഇന്നലെ അവിടെ ഫാമിലി മുഴുവൻ ഒരു ഉത്സവത്തിന് പോയപ്പോ അവിടെ അളിയനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അളിയനെ കണ്ട് പേടിച്ചപ്പോ അദ്ദേഹം പോയി അളിയനെ അവിടെ നിന്നും വേറെ എങ്ങോട്ടോ പറഞ്ഞയച്ചത്. എനിക്കെന്റെ ഹൃദയം നിലച്ചതുപോലൊക്കെ തോന്നി. വലിയ വീട്ടിലെ മരുമകളായതിന്റെ സന്തോഷം എത്രയുണ്ടോ, നിനക്ക് നടക്കേണ്ടത് നടക്കാത്തതിന്റെ വിഷമോ എനിക്ക് അത്ര തന്നെയുണ്ട് മോളെ. നിങ്ങളുടെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം നടത്താന്ന് കരുതിയപ്പോഴേക്കും എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം അത് മുടങ്ങിയതുപോലെ ആയില്ലേ. പുതുമോടികള് സത്യനാരായണ വ്രതം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ആ വീട്ടിൽ പക്ഷേ നിനക്കതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നിന്നെ മുൻനിർത്തി ആ വ്രതം ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. അത്യാവശ്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. നാളെ ഒരു നല്ല ദിവസം, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നാ മതി. ചേച്ചി, അപ്പൊ അളിയൻ കച്ചവടം വേറെ എന്തോ കുന്തെന്നൊക്കെ പറഞ്ഞ് വേറെ ഏതോ ഗ്രാമത്തിലേക്ക് പോയി. അന്നവിടെ വന്നതുപോലെ ഫംഗ്ഷന്റെ ഇടയിലെങ്ങാനും വന്നാലോ? അന്നെന്തോ അങ്ങനെയൊക്കെ പറ്റിയെന്ന് കരുതി ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നാളെ നിന്റെ ഭർത്താവിനെയും കൂട്ടി വരണം, മനസ്സിലായോ?